ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈദൊക്കെ വരല്ലേ, അപ്പോൾ ഈദിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള റൈസ് ഡിഷാണ് ചിക്കൻ ഹനീത്ത്. അപ്പോൾ ചിക്കൻ ഹനീത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. മട്ടൻ ഹനീത്തിൻ്റെ റെസിപ്പി മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അന്ന് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കൻ ഹനീത്തിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക, ട്രൈ ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എനിക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്നഡ സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഹനീത്ത് റെഡിയാക്കുമ്പോൾ നമുക്ക് സ്പെഷ്യൽ സ്പൈസ് പൗഡർ ഉണ്ടാക്കാനുണ്ട്. ഹവായിജി സ്പൈസ് അല്ലെങ്കിൽ ഹനീത്ത് സ്പൈസ് എന്നാണ് അതിന് പറയുക. ഞാൻ മട്ടൻ ഹനീത്തിൻ്റെ റെസിപ്പിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണ് കുരുമുളക് വേണം, 1 ടേബിൾ സ്പൂണ് പച്ചമല്ലി വേണം. മല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി എടുത്താലും മതി. പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ ഏലയ്ക്ക ഒരു 6-7 എടുക്കുക, ഗ്രാമ്പു ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇത്ര മാത്രം മതി കേട്ടോ. അതൊരു പാനിലോട്ട് ഇട്ട് കൊടുക്കുക, അതൊന്ന് ചൂടാക്കി എടുക്കാനുണ്ട്. ഇനി അതിലോട്ട് നിങ്ങൾ പച്ചമല്ലി ഇല്ല എന്നാണെങ്കിൽ ഇതൊന്ന് ചൂടായ ശേഷം വേണം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാനിതാ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണൊക്കെ മതി. അപ്പം ആ ഒരു മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് വേണം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ നമ്മൾ റോ സ്പൈസസ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് അങ്ങോട്ട് ചൂടാക്കി എടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കാനുണ്ട്. ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൊണ്ട് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഹനീത്ത് സ്പൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലൊന്ന് മാരിനേറ്റ് ചെയ്യാറുണ്ട്. ചിക്കൻ വേവിച്ചെടുത്തിട്ടാണ് നമ്മൾ ബാക്കിയൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ചിക്കൻ വേവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലോട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും വിനാഗിരിയും ചേർത്ത് കൊടുക്കുക. പിന്നെ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിക്കൻ സ്റ്റോക്ക് ഇതിലോട്ട് ചേർക്കാണ്ട് ഞാനിപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾ ചേർക്കുവാണെങ്കിൽ 2 ചിക്കൻ സ്റ്റോക്ക് 2 ചെറിയ ക്യൂബ് ചേർത്ത് കൊടുക്കുക. അപ്പം ചിക്കൻ സ്റ്റോക്ക് ചേർക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കണ്ട കേട്ടോ, കാരണം ഉപ്പ് ഓൾറെഡി ചിക്കൻ സ്റ്റോക്കിലുണ്ടാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചിക്കനിൽ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്ത്, തൊലിയില്ലാത്ത ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ഇതുപോലെ കഴുകിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. ഞാൻ വരിഞ്ഞെടുക്കുന്നില്ല, കുത്തി കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് മസാലയൊക്കെ കയറല്. അപ്പോൾ ചിക്കൻ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറിയ ചിക്കൻ എടുക്കുക കേട്ടോ. ഒരു 1.1 kgൻ്റെ അല്ലെങ്കിൽ 1.5 kg വരെ എടുത്തോളൂ. അതിനപ്പുറമുള്ള ചിക്കൻ എടുക്കണ്ട. അപ്പോൾ ചിക്കൻ നന്നായിട്ട് മസാല ഒന്നും പിടിക്കില്ല കേട്ടോ ചിക്കനിൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഹനീത്ത് സ്പൈസ് വെച്ചിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. കാരണം നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കും വേണം, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചിക്കൻ സ്റ്റോക്ക് കിട്ടും വേണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മാഗി ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതെന്തായാലും ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമ്മുടെ ഹനീത്തിന് കിട്ടുന്നത്. ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം എന്തായാലും ചിക്കനിൽ വെള്ളം ഇറങ്ങി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ 2 കപ്പ് ഒഴിച്ചോളൂ, കാരണം നമുക്ക് ആ വെള്ളം വേണം നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചോളൂ. നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നല്ല ചെറിയ ചിക്കൻ ആണെങ്കിൽ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം, ഞാനിപ്പോൾ എടുത്തത് 1.5ൻ്റെ മുകളിലുള്ള ചിക്കനായിരുന്നു, എനിക്കത് കിട്ടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ശരിക്കും വേണ്ടത് ചെറിയ ചിക്കനാണ്, എന്നാലും നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കന് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. മന്തി ഉണ്ടാക്കുമ്പോഴും മസ്ബി ഉണ്ടാക്കുമ്പോഴും ഏതൊരു റൈസ് റെസിപ്പി ഉണ്ടാക്കുമ്പോഴും ചെറിയ ചിക്കൻ വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതവിടെ വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലോട്ടുള്ള റൈസ് ഒന്ന് റെഡിയാക്കാനുണ്ട്. ഇനി നമ്മൾ ഹനീത്ത് ഉണ്ടാക്കുന്നത് സാധാരണ ബസ്മതി റൈസ് വെച്ചിട്ടാണ്, നീളമുള്ള ബസ്മതി റൈസ് വെച്ചിട്ടാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസ് ആട്ടോ. അപ്പം സെല്ല ബസ്മതി റൈസ് വേണ്ട, അതായത് മന്തിലോട്ടൊക്കെ എടുക്കുന്ന അരി നമുക്കിതിലോട്ട് വേണ്ട, നമുക്ക് നോർമൽ ബസ്മതി റൈസ് മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസ് ഒരു 5 കപ്പ് എടുത്തിട്ടുണ്ട്, അതായത് 1 കിലോ അരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചിക്കനിലോട്ട് 1 കിലോ അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കന് ഞാൻ വീണ്ടും വീണ്ടും പറയാൻ കാരണം, എൻ്റെ ചിക്കന് കുറച്ചൊന്ന് എന്താ പറയുക, മൂപ്പ് കൂടിപ്പോയി. മൂപ്പ് കൂടിയ ചിക്കനും മട്ടനും ഒന്നും നമുക്ക് ഇങ്ങനത്തെ റൈസ് റെസിപ്പിക്ക് കൊള്ളില്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അരി എടുക്കുമ്പോൾ നന്നായിട്ട് മെഷർ ചെയ്തിട്ട് തന്നെ എടുക്കുക, കാരണം നമുക്ക് കറക്റ്റ് അളവിൽ വെള്ളം കിട്ടണം. അപ്പോൾ അരി നന്നായിട്ട് കഴുകി എടുത്തിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അതുപോലെ നമ്മുടെ ചിക്കന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ, നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ സ്റ്റോക്കൊക്കെ ഇറങ്ങി വരണം, അതേപോലെ തന്നെ ചിക്കൻ കുക്കാവും വേണം കേട്ടോ. അപ്പോൾ ചെറിയ ചിക്കനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കുക്കായി കിട്ടും. പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ചിക്കൻ്റെ വെള്ളം എടുത്തിട്ട് മാറ്റുന്നുണ്ട്. നമുക്കൊരു 2 കപ്പോളം വെള്ളം ഈ സ്റ്റോക്ക് വാട്ടറിൽ നിന്ന് കിട്ടണം. അപ്പോൾ ചിക്കൻ നമ്മൾ ഇങ്ങനെ പിച്ചി നോക്കുമ്പം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കുക.
വലിയ ചിക്കൻ എടുക്കുമ്പം കുക്കായാലും നമുക്ക് ഉള്ളിലൊക്കെ മസാല പിടിക്കാൻ കുറച്ചൊരു പാടാണ്. ചെറിയ ചിക്കനിലാവുമ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ട് കിട്ടും. അതാണ് വ്യത്യാസം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഹനീത്ത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് പാന് ചൂടാക്കുക, അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഗ്രാമ്പു, ഏലയ്ക്ക രണ്ടും കൂടി കുറച്ചിട്ടിട്ട് ഒന്ന് കൊണ്ട് വഴറ്റിയെടുത്ത ശേഷം ഒരു 3 സവാള നല്ലോണം ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നമുക്ക് ഈ ഹനീത്തൊക്കെ കഴിക്കുമ്പോൾ അതിൽ സവാള ഇട്ടിട്ടൊന്നും തോന്നാൻ പാടില്ല. അപ്പോൾ അത്രയും ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. 3 സവാള എടുത്തിട്ടുണ്ട്, ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ നമ്മുടെ വെള്ളം, നമ്മളിപ്പം ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അത് എത്ര ഉണ്ടെന്ന് നോക്കാം കേട്ടോ. കപ്പിൽ മെഷർ ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ അരി ഇതിൽ വറ്റിച്ചെടുക്കും കേട്ടോ. ഈ വെള്ളത്തിലാണ് വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് വേണം നമ്മൾക്ക് സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ 2 കപ്പ് നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളമുണ്ട്, അത് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ അരി വേവിക്കുമ്പോൾ ചെയ്യുന്നത്. വേറെ സ്പൈസ് പൗഡേഴ്സ് ഒന്നും നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നില്ല, അത് മാത്രം മതി. അപ്പം നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നമ്മുടെ ചോറാണെങ്കിലും അതുപോലെ ചിക്കനാണെങ്കിലും ഒക്കെ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹനീത്തിലോട്ട് ചെറിയ ചിക്കൻ എടുക്കുക, അതുപോലെ ചിക്കൻ സ്റ്റോക്ക് മാരിനേറ്റ് ചെയ്യുമ്പോൾ എടുക്കുക കേട്ടോ. ഞാൻ പിന്നെ എടുക്കാത്തതിൻ്റെ കാരണങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലോട്ട് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 9 കപ്പ് വെള്ളം മതിയാകും. അതായത് 5 കപ്പിലോട്ട് നമുക്ക് ഡബിൾ വെള്ളമാണ് വേണ്ടത്. അതായത് 10 കപ്പ് വെള്ളം വേണം. പക്ഷേ നമ്മൾ 1 കപ്പ് ഒന്ന് കുറച്ചെടുക്കുക. അപ്പോൾ അപ്പോഴാണ് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു വേവൊക്കെ റെഡി ആവുക. അപ്പം 5 കപ്പ് അരിയിലോട്ട് നമുക്കൊരു 9 കപ്പ് വെള്ളം മതി. അപ്പോൾ 9 കപ്പ് വെള്ളം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് സവോള ഒന്ന് റെഡിയായ ശേഷം ഞാൻ അതിലോട്ട് തക്കാളി ഒരു 2 എണ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് നമുക്ക് സ്റ്റോക്കൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കാരണം നമ്മൾ ചിക്കൻ വേവിച്ച ആ ഒരു ഗ്രേവി ഇതിലോട്ട് ചേർക്കുന്നുണ്ടല്ലോ. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒരു ക്യാപ്സിക്കം മുഴുവനായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പച്ച ക്യാപ്സിക്കമാണ് ആദ്യം ചേർത്തത്. പിന്നെ യെല്ലോയും അതുപോലെ റെഡും ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും വേറെ വേറെ ടേസ്റ്റ് ആണല്ലോ, അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം സോഫ്റ്റായിട്ട് വന്നോട്ടെ കേട്ടോ. എന്നിട്ട് വേണം നമുക്കിതിലോട്ട് ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കാൻ. എന്നാലേ റൈസൊക്കെ നല്ല ഫ്ലേവർഫുൾ ആവുള്ളൂ. പിന്നെ ഒരു ഉണങ്ങിയ നാരങ്ങ അതുപോലെ ഒന്ന് കുത്തി കൊടുത്ത ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്നുകൂടെ വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്തതായിട്ട് വെള്ളമാണ് ചേർക്കാനുള്ളത്. ആദ്യം നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം 2 കപ്പ് ചേർത്തു. പിന്നെ 7 കപ്പ് സാദാ വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ വെള്ളം നമ്മൾ ഒരു ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. സാദാ പച്ചവെള്ളം ഒഴിക്കുമ്പോഴെന്താണെന്ന് വെച്ചാൽ കുറേ നേരം എടുക്കും അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ടേസ്റ്റ് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ തിളച്ച ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലോണം തിളയ്ക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് വേറൊരു പാൻ അവിടെ ചൂടാക്കിയിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് വേറെ പാൻ ചൂടാക്കുക, അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കൻ പീസസ് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. 2 വശവും ഒന്നിങ്ങോട്ട് ഗ്രില്ല് ചെയ്തൊരു ലുക്ക് വേണം, അല്ലെങ്കിൽ ഒരു ഫ്രൈ ചെയ്ത ലുക്ക് വേണം. അപ്പോൾ ഇതിനായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുകളിൽ ബാക്കിയുള്ള ഗ്രേവിയും കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മന്തിയുടെ ചിക്കന് അത്രയും ടേസ്റ്റ് ആവാൻ കാരണം ചിക്കൻ സ്റ്റോക്ക് ചേർത്തുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ സ്റ്റോക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും നമ്മുടെ ചിക്കനിൽ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ കുരുമുളക് പൊടി ഒന്ന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഹനീത്തിൻ്റെ ചിക്കനാണെങ്കിലും മട്ടൺ ആണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ ബ്ലാക്ക് കളറിലാണ് വേണ്ടത്. അപ്പം മാക്സിമം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വെള്ളം ചോറ് വേവാനുള്ള വെള്ളം അവിടെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് അരി നന്നായിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. 5 കപ്പ് അരി കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പ് വെള്ളത്തിൽ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് അരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന പോലെ വറ്റിച്ചെടുക്കുക. ശരിക്കും നല്ല സിമ്പിളായിട്ടുള്ള റൈസ് റെസിപ്പിയാണ്, നല്ല ഫ്ലേവർഫുള്ളാണ്. എന്താ പറയുക, അതിലെ റൈസൊക്കെ ഇങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഏകദേശം മന്തിൻ്റെ ഒക്കെ പോലെ തന്നെയാണ്, പക്ഷേ ചിക്കൻ ഉണ്ടാക്കുന്നതൊക്കെ ഡിഫറെൻ്റ് ആണെന്നുള്ളൂ. അപ്പോൾ അതാ തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക, കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കനിൽ ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കുക. ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ഒന്ന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഇതുപോലെ അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. നല്ലോണം അകത്തൊക്കെ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഭയങ്കര എന്താ പറയുക, ഫ്രൈ ചെയ്തൊരു ലുക്ക് വേണമെന്നില്ല. എന്നാലോ ചെറിയ ഫ്ലെയിമിൽ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അകത്തൊക്കെ നന്നായിട്ട് മസാല പിടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ചിക്കന് ഇട്ട് കൊടുക്കുക.
എനിക്കിതുപോലെ ചിക്കൻ്റെ ലെഗ് ഇങ്ങനെ ഇത്രയും വലിയ ലെഗ് കാണുന്നതന്നെ ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ നമ്മൾ എന്താ പറയുക, ചിക്കൻ ഓർഡർ ചെയ്തിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ചിക്കനാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ റെസിപ്പീസൊക്കെ ഇങ്ങനെ വലിയ ചിക്കൻ വെച്ചിട്ടൊക്കെ ചെയ്യുന്നത്. നമുക്ക് UAE കിട്ടുന്നത് 1.1 വരെയുള്ള ചിക്കന് കിട്ടുന്നുണ്ടാവും. 1 kg താഴെയുള്ളതും കിട്ടും. 900 ഗ്രാമിൻ്റെയൊക്കെ 900 ഗ്രാംസിനൊക്കെ നല്ല അടിപൊളിയാട്ടോ ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏറ്റവും ബെസ്റ്റ് അങ്ങനെ ചെറിയ ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അങ്ങനത്തെ റെസിപ്പീസൊക്കെ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. തിരിച്ചു മറിച്ചൊക്കെ കുക്കാക്കിയിട്ടുണ്ട്. നല്ലൊരു കളറിൽ നല്ല മസാല കോട്ടറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചോറ് എന്തായി നോക്കാം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയും വെള്ളം വറ്റാനുണ്ട്, എന്നാലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും അടച്ച് വെക്കുന്നുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അതുപോലെ ചിക്കന് നല്ലോണം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. 2 വശവും നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അതുപോലെ എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ അധികം ചേർത്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ ഹനീത്തിലോട്ടുള്ള ചിക്കൻ കേട്ടോ. അപ്പം മറക്കണ്ട, ഞാൻ മട്ടൻ ഹനീത്തും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുണ്ടാക്കുന്നത് പ്രഷർ കുക്കറിലാണ് നമ്മൾ മട്ടൻ വേവിച്ചെടുക്കുന്നത്. അത് ആ വീഡിയോ കണ്ടു നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ അതിലും മട്ടൻ എടുക്കുമ്പം നല്ല ഇളയ മട്ടൻ തന്നെ എടുക്കാൻ നോക്കുക. മൂത്ത മട്ടനൊക്കെ ആണെങ്കിൽ വേറൊരു സ്മെല്ലൊക്കെ അല്ല. അപ്പോൾ ആ ചിക്കൻ നന്നായിട്ട് കുക്കാവുന്നുണ്ട്. ഞാൻ ചോറ് വേവുന്ന അത്രയും നേരം തന്നെ ചിക്കൻ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചെറിയ ചിക്കനാണെങ്കിൽ അത്രയും നേരമൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോഴേക്കും നല്ലോണം കുക്കായിട്ട് വരും. അപ്പോൾ നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചോറൊക്കെ നന്നായിട്ട് കട്ട പിടിച്ചിട്ടുണ്ടല്ലോ എന്ന്. അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചൂടോട് കൂടിയിട്ടായിട്ടാണ്. പക്ഷേ ചൂടോട് കൂടിയിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പിന്നെ കുറച്ച് നേരം തുറന്ന് വെച്ചാൽ മതി. അപ്പോൾ നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് വരും. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ചൂടോട് കൂടി നമ്മളിപ്പോൾ കപ്സ ആണെങ്കിലും മജ്ബൂസ് ആണെങ്കിലും ഒക്കെ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ റെഡിയാവും. അപ്പോൾ ഇതാ ഞാൻ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് ചോറ്. പിന്നെ അരിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അരി വേവാനുള്ള വെള്ളം എടുക്കേണ്ടത് ഒരു 2 കപ്പ് അരിക്ക് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ 4 കപ്പ് വെള്ളം വേണം അരി വേവാൻ വേണ്ടിയിട്ട്. പക്ഷേ 4 കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ വേവ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ശരിക്കും നമ്മളൊരു 1 കപ്പ് കുറച്ചെടുക്കുക. 3 കപ്പ് എടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാനിപ്പോൾ എടുത്തതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 5 കപ്പിലോട്ട് 9 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഹനീത്ത് റെഡി ആയിട്ടുണ്ട്. എന്താ പറയുക, നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ്. മട്ടൻ ഹനീത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു റെസിപ്പി നിങ്ങൾ ഇതിൽ ട്രൈ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പം ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ ഇതിൻ്റെ കൂടെ മന്തിൻ്റെ കൂടെയുള്ള സൈഡ് ഡിഷ് പോലെ തന്നെ തക്കാളിയുടെ ഒരു ചട്നിയും അതുപോലെ ഞാൻ തൈരും ക്യാപ്സിക്കവും മല്ലിയിലയും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് സൈഡ് ഡിഷും കൂടിയാണ് ഇതിൻ്റെ കൂടെ ഗ്രീൻ കളറിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ മന്തിയുടെ റെസിപ്പി ഇപ്പോൾ അടുത്ത് ഷെയർ ചെയ്തില്ലേ, അതിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.